ചൊറിയണം കൊണ്ട് 6 വ്യത്യസ്തമായിട്ടുള്ള രുചികരമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ പറമ്പിലൊക്കെ പാഴായി പോണ ഈ ചൊറിയനുണ്ടല്ലോ, ഇതൊരു ഔഷധസസ്യം മാത്രമല്ല, കർക്കിടകത്തിൽ നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. എന്നാൽ കൊടുത്തുവോ പൊട്ടിച്ചെടുത്താലോ? ചിലര് ഗ്ലൗസ് ഇല്ല ആദ്യം ഇത് പൊട്ടിച്ചെടുക്കാറുണ്ട്. കൈവെള്ളയിലാവുമ്പോൾ അത്ര പെട്ടെന്ന് ചൊറിയില്ല, കൈയിൻ്റെ പുറമേക്ക് ആവുമ്പോൾ പെട്ടെന്ന് ചൊറിയാനുള്ള സാധ്യത ഉണ്ട്. ഞാനിവിടെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് പൊട്ടിച്ചെടുത്തത്. തളിരെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലെന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു 5-6 പ്രാവശ്യമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് വേണ്ട നാളികേരം നമുക്ക് ആദ്യം തന്നെ ചെറുകി വയ്ക്കാം. ഒരു മുറി നാളികേരം ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചൊറിയണം വെച്ചിട്ടുള്ള മുട്ടത്തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് 2-3 കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സവാള നമ്മൾ ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു 5 മിനിറ്റ്. അതിനുശേഷം നമ്മൾ 2 മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മറ്റേ മുരിങ്ങയിലത്തോരനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് ചിക്കിയെടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചൊറിയണം മുട്ടത്തോരൻ ഇപ്പോൾ ഇവിടെ റെഡിയായി. മുരിങ്ങയില മുട്ടത്തോരനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അടുത്തായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയിൽ നന്നായിട്ട് ഒരുവിധം മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ചൊറിയണത്തിൻ്റെ ഇലകൾ ഇട്ട് കൊടുക്കാം. ഒന്ന് ആകെ വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരുവിധം വെന്ത് വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു ചൊറിയണത്തിൻ്റെ ഇലയും കൂടിയിട്ടുള്ള ഉപ്പേരി ഇപ്പോൾ ഇവിടെ തയ്യാറായി. അടുത്ത ഈ ഇല ഉപയോഗിച്ചിട്ട് നമ്മളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകൾ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. ഇതൊന്ന് നന്നായി തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വാങ്ങി വയ്ക്കാം. അടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരപ്പാൽ ആവശ്യമുണ്ട്. ഇപ്പോൾ സവാളയ്ക്കൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇല കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് അത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ഹെൽത്തി സൂപ്പ് ഇവിടെ റെഡിയായി. അടുത്ത് നമുക്ക് ഇല വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇല വേവാൻ വേണ്ടത്ര വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 കുരുവൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം.
പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊരു 1/2 കപ്പ് വെള്ളം ഞാനിതിൽ ചേർത്ത് കൊടുക്കും. ഒന്ന് നന്നായി തിളവരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മൂപ്പിച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഉള്ളി മൂപ്പിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കടുക്, ഉലുവ, വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടും അങ്ങനെ വേണമെങ്കിലും താളിച്ചൊഴിക്കാം. അടുത്തായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നാളികേരം, പച്ചമുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ആവി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കതിലത്തെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൊറിയണം തോരൻ ഇപ്പോൾ ഇവിടെ തയ്യാറായി. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. താങ്ക്